അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ മട്ടന്നൂരിൽ വളരെയധികം സങ്കടകരമായ ഒരു വാർത്ത കേൾക്കാനിടയായി. വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പൊന്നുമകനായിരുന്നു അത്. ആ മകൻ്റെ ആ ഒരു മുഖം കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. വീട്ടുവരാന്തയിലെ മിനിയേച്ചർ ലൈറ്റിൻ്റെ വയറിൽ നിന്ന് ഷോക്കേറ്റുകൊണ്ടാണ് ആ മകൻ മരണപ്പെടുന്നത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി വീട്ടിൽ വെച്ചുകൊണ്ടായിരുന്നു അപകടം സംഭവിച്ചത്. നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വീട്ടിലെ ഗ്രില്ലിൽ മിനിയേച്ചർ ലൈറ്റൊക്കെ അവർ സ്ഥാപിച്ചിരുന്നു വീട്ടുകാർ. ആ ഗ്രില്ലിന് മുകളിലേക്ക് കയറുന്നതിനിടെ ഷോർട്ടായി കിടന്ന മിനിയേച്ചർ ലൈറ്റിൻ്റെ വയറ് ദേഹത്ത് തട്ടിക്കൊണ്ടാണ് ആ പൊന്നുമോനെ ഷോക്കേൽക്കുന്നത്. ഉടൻ തന്നെ വീട്ടുകാർ ആ പൊന്നുമോനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. പക്ഷേ ആരോഗ്യനില വളരെയധികം മോശമായിരുന്നതിനാൽ വീണ്ടും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ അവിടെ ചികിത്സയിലായിരിക്കെയാണ് ആ പൊന്നുമോൻ മരണപ്പെട്ടു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത കേൾക്കാനിടയായത്. നബിദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ആ ലൈറ്റുകൾ മറ്റും സ്ഥാപിച്ചു എന്നാണ് വീട്ടുകാർ പറയുന്നത്. കോളാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 5 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചു. കോളാരി സ്വദേശിയായിട്ടുള്ള ഉസ്മാന്റെ മകൻ മുഹ്യുദ്ദീനാണ് മരിച്ചത്. വീട്ടുവരാന്തയിലുള്ള ഗ്രിൽസിൽ പിടിപ്പിച്ചിരുന്ന ഒരു മിനിയേച്ചർ ലൈറ്റിൽ നിന്ന് ഷോക്കേറ്റാണ് ആ കുഞ്ഞു മരിച്ചത്. ശാലിനി, മട്ടന്നൂർ കോളാരിയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. ഇന്നലെ വൈകിട്ടാണ് 5 വയസ്സുകാരൻ ഷോക്കേറ്റ് വീഴുന്നതും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് ഉടൻ മരിക്കുകയും ചെയ്തത്. സംഭവിച്ചത് ഇപ്രകാരമായിരുന്നു. ഈ കോളാരിയിലുള്ള ഉസ്മാന്റെ മകൻ മുഹ്യുദ്ദീൻ 5 വയസ്സാണ് പ്രായം. കുട്ടി വൈകിട്ട് കളിക്കാനായി വീടിൻ്റെ വരാന്തയിലെത്തുന്നു. ഈ വരാന്തയിൽ ഗ്രില്ലുണ്ടായിരുന്നു, ഇരുമ്പ് കമ്പി കൊണ്ടുള്ള ഗ്രില്ലാണ്. ഈ ഇരുമ്പ് കമ്പിയുള്ള ഗ്രില്ലിൻ്റെ മുകളിൽ തന്നെ ഇവർ അലങ്കാര പണികളുടെ ഭാഗമായി ചില LED പോലുള്ള ബൾബുകൾ ഇതിൻ്റെ മുകളിൽ തൂക്കിയിട്ടിരുന്നു. വൈദ്യുതി ബന്ധം ഈ വയറുകളിൽ ഉണ്ടായിരുന്നു ഈ ബൾബിലേക്കുള്ള. അങ്ങനെ കുട്ടി ഈ ഇരുമ്പ് കമ്പിയിൽ കയറി പിടിച്ച ഉടൻ കുട്ടിക്ക് ഷോക്കേറ്റ് വീഴുകയായിരുന്നു. ഇത് നബിദിനത്തിനോടെല്ലാം അനുബന്ധിച്ച് ചില അലങ്കാര പണികളുടെ ഭാഗമായിട്ടാണ് ബൾബ് വെച്ചത് എന്നാണ് വീട്ടുകാരെല്ലാം പറയുന്നത്. ഷോക്കേറ്റ് വീണ ഉടൻ തന്നെ കുട്ടിയുമായി വീട്ടുകാർ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തി. പക്ഷേ അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. നിലവിൽ തലശ്ശേരി ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്തായാലും അതിദാരുണമായ സംഭവം. 5 വയസ്സുകാരൻ്റെ കളിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഇലക്ട്രിക് ഷോക്കേൽക്കുന്നതും. കോളാരി കുംഭമൂല അൽ മുബാറക്കിലെ ഉസ്മാൻ മദനിയുടെയും ആയിഷയുടെയും മകനാണ് മുഹ്യുദ്ദീൻ എന്ന് പറയുന്ന 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ മകൻ. നമുക്കറിയാം, റബീഉൽ അവ്വൽ മാസം കടന്നു വന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. പള്ളികളിൽ മൗലിദ് പാരായണം സംഘടിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യുന്നു. മദ്രസകളിൽ കുട്ടികളുടെ നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം നബിദിനത്തെ വരവേറ്റുകൊണ്ടുള്ള റാലികളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കേരളത്തിലെ സുന്നികൾ എല്ലാ വർഷക്കാലവും ഈ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു വരാറുണ്ട്. അതിനാൽ തന്നെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു വരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ നബിദിനം കടന്നു വരുമ്പോൾ പള്ളികളും അതോടൊപ്പം പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലങ്ങളൊക്കെ ലൈറ്റുകളും മറ്റുമൊക്കെ ഇട്ടുകൊണ്ട് അതിനെ മനോഹരമാക്കി അതിനെ ആഘോഷിക്കാറുണ്ട്. പക്ഷെ അത്തരം ആഘോഷങ്ങൾക്കിടയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ഇവിടെ ഇത്തരം ലൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ പലപ്പോഴും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഷോക്ക് ഏൽക്കാനും മറ്റുമൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. ഇത് ഈ കുട്ടിക്ക് മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ലൈറ്റിൽ നിന്നും ഷോക്കേറ്റ് കൊണ്ട് മരണപ്പെട്ട വാർത്തകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. വളരെയധികം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക. ഇത്തരം സ്ഥലങ്ങളിലേക്ക്, ലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലങ്ങളിലേക്കൊന്നും അവരെ വിടാതിരിക്കുക എന്നുള്ളത് കൂടി മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷക്കാലവും നബിദിനാഘോഷം കടന്നു വരുന്ന സമയത്ത് വലിയ ചർച്ചകളൊക്കെ നടക്കാറുണ്ട്, സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ. നബിദിനാഘോഷമൊക്കെ തെറ്റാണ്, നബിദിനാഘോഷം ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം വരുമ്പോൾ, അതായത് സലഫികളും മുജാഹിദുകളും രംഗത്ത് വരുമ്പോൾ, എന്നാൽ മറുഭാഗത്ത് നബിദിനം ആഘോഷിക്കപ്പെടുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുന്നികളും രംഗത്ത് വരാറുണ്ട്. ഇതെല്ലാ വർഷക്കാലവും നടന്നു വരുന്നൊരു പ്രവണതയാണ്, ഇത്തരം ചർച്ചകളും വാദപ്രതിവാദങ്ങളുമൊക്കെ. എന്തായാലും ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത്തരമൊരു വിഷയത്തെ സംബന്ധിച്ച് വർഷങ്ങളായി പലതരം ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മുജാഹിദുകളുടെയും സലഫികളുടെയും അത്തരമൊരു വാദത്തിന് മറുപടി എന്നോണം പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലൂടെയും ഹദീസുകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും ഒക്കെ സുന്നി പണ്ഡിതന്മാർ അതിന് മറുപടിയായി പലപ്പോഴും കൊടുത്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും വീണ്ടും വീണ്ടും അവർ നബിദിനാഘോഷം പാടില്ല, തെറ്റാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും അതിനാൽ തന്നെ അത്തരമൊരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് വെറുതെ സമയം കളയേണ്ടതല്ല.
അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ച് പോകേണ്ടതുണ്ട്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നബിദിനാഘോഷത്തിൻ്റെ പേര് നടക്കുന്നത് പലപ്പോഴും ആഭാസങ്ങളും പേക്കൂത്തുകളുമാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. പലപ്പോഴും നബിദിനാഘോഷങ്ങൾ അതിരുകടക്കാറുണ്ട്. നമുക്ക് നബിദിനം ആഘോഷിക്കാം, പക്ഷേ അത് വളരെയധികം മാതൃകാപരമായി മഹത്വപരമായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. നബിദിനാഘോഷങ്ങളും റാലികളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ ദയവ് ചെയ്ത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഇന്ന് കാണപ്പെടുന്ന പലതരം മോഡേൺ ദഫ് കളികൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പണ്ടുള്ള ദഫ് കളികളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇന്നത്തെ ദഫ് മുട്ട് കളികൾ കണ്ടു കഴിഞ്ഞാൽ അത് ദഫ് മുട്ടാണോ അതോ ഡാൻസാണോ എന്ന് പോലും തോന്നിപ്പോകാറുണ്ട്. അത്തരത്തിൽ ആ രീതിയിലുള്ള ആഭാസപരമായ ദഫ് മുട്ട് കളികളൊക്കെ അതാത് മഹല്ല് കമ്മിറ്റികൾ രംഗത്ത് വന്നുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത്തരം പരിപാടികളെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. അതോടൊപ്പം DJ മ്യൂസിക്കുകൾ മറ്റുമൊക്കെ ഇട്ടുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്ന എല്ലാ ആഭാസങ്ങളെയും പേക്കൂത്തുകളെയും ഒക്കെ അതാത് മഹല്ല് കമ്മിറ്റികൾ ശക്തമായ നിലപാട് എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അത്തരമൊരു വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടി സലഫികളും മുജാഹിദുകളും ഒക്കെ കാത്തിരിക്കുകയാണ്. അതിനാൽ തന്നെ അവർക്ക് അതിങ്ങനെ കൊത്തിവലിക്കാനുള്ള കടിച്ചു കയറാനുള്ള അവസരം ദയവ് ചെയ്ത് ഉണ്ടാക്കാതിരിക്കുക. നമ്മുടെ നബിദിനാഘോഷങ്ങൾ വളരെയധികം മനോഹരമായി മാതൃകാപരമായി നടത്താൻ ശ്രമിക്കുക. ഒരു സംഭവം ഉണ്ടായിട്ടതിനെക്കുറിച്ച് നമ്മൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അതുണ്ടാകാതിരിക്കലാണ് ആദ്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. ഒരു പള്ളിയിലെ ഇമാമിനെ ഒരു പള്ളിക്കകത്ത് കയറി ഒരു സലഫി പ്രവർത്തകൻ കയറി അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ തല്ലിയൊടിച്ച വാർത്ത. എത്ര മോശമായ ഒരു പ്രവർത്തനമാണത്. ഒരു മനുഷ്യനെ പള്ളിക്കകത്ത് കയറി ആക്രമിക്കുകയാണ്. അദ്ദേഹം മൗലിദ് ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിനെ പള്ളിക്കകത്ത് കയറി ആക്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്തോ മൈക്കിൽ കൂടി മൗലിദ് ചൊല്ലി അത് ശബ്ദമലിനീകരണം ഉണ്ടാക്കി എന്നുള്ള കുറേ വിഷയങ്ങളൊക്കെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എത്ര ശബ്ദമലിനീകരണം ഉണ്ടാക്കിയാലും ശരി, എന്തുണ്ടെങ്കിലും ശരി, അതിന് നമുക്കിവിടെ നീതിന്യായ വ്യവസ്ഥകളുണ്ട്. ഇവിടെ കോടതിയുണ്ട്, പോലീസുണ്ട്, നിയമങ്ങളുണ്ട്. ഒരു മനുഷ്യനെ കയറി പള്ളിക്കകത്ത് കയറി തല്ലാനുള്ള അധികാരം ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല. അത് പള്ളിക്കകത്ത് കയറിയെന്നും മാത്രമല്ല, ഏതൊരു മനുഷ്യനെയും തല്ലാനും അടിക്കാനുമുള്ള അധികാരം ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആ പൊന്നുമോന്, ആ മരണപ്പെട്ടു പോയ ആ പൊന്നുമോന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ.